നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം സ്വദേശിയായ നടി പരാതി നൽകി. പ്രത്യേക സംഘത്തിലെ IPS ഉദ്യോഗസ്ഥ പൂങ്കുഴലിക്കാണ് പരാതി ലഭിച്ചത്. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നടിയോട് മോശമായി പെരുമാറിയെന്ന മറ്റൊരു പരാതിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, എന്താണ് പരാതി? അനുജ, തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന നടിയുടെ ആരോപണത്തിലാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരായിട്ട് പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ മൊഴി നടിയുടെ ഭാഗത്തു നിന്ന് വന്നതിന് ശേഷം അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി ഈ നടിയുമായി സംസാരിക്കുകയും അതിനുശേഷമാണ് പരാതി ലഭ്യമാകുകയും ചെയ്തത്. തുടർന്ന് ഐശ്വര്യ ഡോങ്റെ ഉൾപ്പെടെയുള്ള IPS ഉദ്യോഗസ്ഥരാണ് ഇവരുടെ പ്രാഥമിക മൊഴി ഫോണിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് സൂചന. നടൻ ജയസൂര്യക്കെതിരായിട്ടാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെ അപമര്യാദയായി പെരുമാറി എന്നുള്ള മറ്റൊരു പരാതിയും ജയസൂര്യക്കെതിരെ ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും നടൻ ജയസൂര്യക്കെതിരെ ചിലപ്പോൾ ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിലിടത്തിൽ വെച്ചുള്ള പീഡനവും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതുമടക്കമുള്ള കുറ്റങ്ങളാകും ചുമത്തുക. അങ്ങനെയെങ്കിൽ അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളായി മാറും. ജയസൂര്യക്കെതിരായിട്ട് ഇന്ന് FIR അങ്ങനെയെങ്കിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. ശ്യാംകുമാർ, അതിൽ തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്നത് അത് തൊഴിലിടമായിരുന്നു, പക്ഷേ സെക്രട്ടേറിയറ്റ് ആണ് അതിൻ്റെ വെന്യൂ എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നില്ലേ? നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും സെക്രട്ടേറിയറ്റിൽ വലിയ കർശനമായ നിയന്ത്രണമുണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ. ഇത് സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ ഇടയ്ക്കൊക്കെ വിട്ടു നൽകാറുമുണ്ട്. പക്ഷേ അവിടെ വെച്ച് ഈ തരത്തിലേക്കൊന്ന് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നില്ലേ ശ്യാം? തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രം ഒരു ഈച്ച കയറിയാൽ പോലും അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അറിയാതെ കയറില്ല എന്ന് സർക്കാർ അവകാശപ്പെടുന്ന സ്ഥലത്താണ് ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ ഒരു നടിക്കെതിരായിട്ട്, അവിടെ ജോലിക്ക് വന്ന ഒരു നടിക്കെതിരായിട്ട് ലൈംഗിക അതിക്രമം കാണിച്ചത്. പക്ഷേ അവിടെയുള്ളവരാരും അത് അറിഞ്ഞിരുന്നില്ല. ഈ നടിയുടെ പ്രതികരണം വരുന്നത് വരെ എന്നുള്ളത് സർക്കാർ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു പരിശോധന അവർ നടത്തുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവത്തിന് അവിടെ വേദിയായത്? സിനിമാ ചിത്രീകരണത്തിനുൾപ്പെടെ നൽകുമെങ്കിലും ആ പരിസരം സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ സംവിധാനത്തിന്റെ കീഴിലാണ്. എങ്ങനെയാണ് ഇത്തരമൊരു വീഴ്ച വന്നത് എന്നുള്ളത് സർക്കാരും പരിശോധിക്കുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഗൗരവകരമായ കേസ് തന്നെ ഉയരുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടെ അപമര്യാദയായി പെരുമാറി എന്നുള്ളതിൽ ഇപ്പോൾ ജയസൂര്യക്കെതിരായിട്ട് പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിക്ക് ആധാരമായ വെളിപ്പെടുത്തൽ നടത്തിയ നടി ആ ഉദ്യോഗസ്ഥരോട് തന്നെ ഇക്കാര്യം തനിക്ക് അനുഭവം ഉണ്ടായി എന്നുള്ളത് വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. നടിയുടെ വിശദമായ മൊഴി ഇന്ന് തന്നെ ചിലപ്പോൾ രേഖപ്പെടുത്തിയ ശേഷമാകും ജയസൂര്യക്കെതിരായിട്ട് FIR രജിസ്റ്റർ ചെയ്യുക. അതാണ്, 2 നടിമാരാണ് ജയസൂര്യക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അതിന്മേൽ എന്താണ് ഇനി തുടർ നടപടി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം.